വയനാട്ടെ ദുരന്തത്തിൽ എല്ലാം നഷ്ടമായ ആളുകളോട് ഈ സാഹചര്യത്തിൽ പോലും പണം ആവശ്യപ്പെടുന്ന മനുഷ്യത്വരഹിതമായ നീക്കങ്ങൾ ചില സ്വകാര്യ ധനമിടപാട് സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ജിനീഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവെച്ചത്. അദ്ദേഹം പറയുന്നത് താൻ ഈ ദുരന്തത്തിന് മുമ്പൊക്കെ EMIയിലൂടെ സാധനങ്ങൾ വാങ്ങിയിരുന്നു. ഈ ദുരന്തം സമയം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ EMI അടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് പോലും ധനമിടപാട് സ്ഥാപനത്തിൽ നിന്ന് ആളുകൾ വിളിക്കുകയും ആദ്യം നിങ്ങൾ സേഫാണോ എന്ന് ചോദിക്കുകയും നിങ്ങളുടെ ഇടപാട് അല്ലെങ്കിൽ നിങ്ങളുടെ EMI പെൻഡിങ് ആയി കിടക്കുകയാണ് എന്നും ഉടൻ തന്നെ തിരിച്ചടച്ചില്ല എങ്കിൽ ചെക്ക് ബൗൺസ് ആകുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭീഷണികളാണ് ഈ ധനമിടപാട് സ്ഥാപനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ പല ആളുകളെയും ഈ ധനമിടപാട് സ്ഥാപനങ്ങൾ വിളിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു ബൈറ്റിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം ഈ സംഭവത്തിനെതിരെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഇടപെടലുകൾ ഉണ്ടാകുമെന്നും ഈ സമയത്ത് പോലും EMIയുടെ തുക ആവശ്യപ്പെടുന്ന കമ്പനികൾക്കെതിരെ സർക്കാർ തലത്തിൽ ഒരു നടപടി ഉണ്ടാകുമെന്ന ബന്ധപ്പെട്ട മന്ത്രി അടക്കം ഇന്ന് പറയുകയുണ്ടായി. അതേസമയം ഇത്തരത്തിൽ ഈ സമയത്ത് പോലും ഈ ദുരന്ത ബാധിതരോട് പണം അടക്കാൻ ആവശ്യപ്പെടുന്ന കമ്പനികൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. എന്താണ് സംഭവം, പറയൂ. ദുരനുഭവമല്ല, ഞങ്ങളുടെ അവസ്ഥ നമ്മള് അതായത് നമ്മളൊക്കെ ഇവിടെയുള്ള ആൾക്കാർ പകുതി വരും ഈ ആലയിൽ ജീവിക്കുന്ന. അപ്പൊ അതുകൊണ്ട് ഈ ഇവിടേക്ക് EMI ഉണ്ടല്ലോ, നമ്മൾ ബാങ്കിൽ നിന്നുള്ള അളവൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോ അവര് വിളിച്ച് ചോദിച്ചവര് നിങ്ങൾ സേഫ് ആണോ ചോദിച്ചു. അപ്പൊ ഓക്കെ ഞാൻ സേഫ് ആണെന്ന് പറഞ്ഞു. അപ്പൊ സേഫ് ആണ് പറഞ്ഞപ്പോ അവര് ചോദിച്ചു ഓക്കെ നിങ്ങൾ സേഫ് അല്ലേ. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, നിങ്ങൾ EMI പെൻഡിങ് ആണ്, അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ആ പൈസ അടയ്ക്കണം. ഞങ്ങൾ പ്ലേയേഴ്സ് അപ്പൊ ഇതുപോലെ നമ്മൾ പെട്ടെടുക്കാറപ്പോ ഒരു പറഞ്ഞോ ഓക്കെ നിങ്ങളിപ്പോ സേഫ് ആണല്ലോ, എങ്ങനെയെങ്കിലും ആ പൈസ ഒന്ന് അടയ്ക്കണം, അല്ലെങ്കിൽ അടുത്ത മാസം ബൗൺസ് ആവും തുടങ്ങി. ഞങ്ങൾ ആലോചിച്ചോട്ടെ, ഇപ്പൊ ഇപ്പൊ ഞാനിപ്പോ പൈസ വാങ്ങണം, ഇപ്പൊ എന്റെ അളവ് ഞാൻ അടയ്ക്കും, എനിക്കൊന്നും വേണം, ഞാൻ അടച്ചോളാം, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ പിന്നീടും അടച്ചോളാം. പക്ഷേ ഈ ഞാൻ കടം വാങ്ങണമെങ്കിൽ ഇപ്പൊ എന്റെ മൺമറഞ്ഞു പോയ അവരെ വിളിച്ച് വേണം എനിക്ക് പൈസ വാങ്ങണമെങ്കിൽ, കടം വാങ്ങണമെങ്കിൽ. അപ്പൊ ഇപ്പൊ പറ്റാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് ഇതുപോലെ ഈ സമയത്ത് ഇതുപോലെ ഫൈനാൻസിന്റെ പേരൊന്നും പറയുന്നില്ല, ഇത്രയും ഫൈനാൻസുകൾ ഒരിക്കലും ഞങ്ങളെ വിളിച്ചിട്ട് ഈ പറഞ്ഞ ഞങ്ങൾ ലൊക്കേഷൻ അയച്ച് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല മാഡം. ഒരു അവസ്ഥയാണ് ഞങ്ങളത്. ഇത് മനസ്സിലായി. ക്രൂരമാണ് ആ പ്രതികരണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ജനീഷ്. ഞാൻ അടച്ചോളാം, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ എന്താ അടച്ചേ നിൽക്കുള്ളൂ. കാരണം അത് ഞങ്ങൾ ചെയ്യും. കാരണം നമ്മളെ പോലെ എല്ലാ ആൾക്കാരും നമുക്ക് വേണ്ടി ഭക്ഷണവും എല്ലാ സാധനവും എത്തിച്ചു തരുന്നുണ്ട്. പക്ഷെ അത് ഭക്ഷണം വേണോ എന്ന് ചോദിച്ച ഒരാളും വിളിച്ചില്ല, മനസ്സിലായോ. അപ്പൊ വേറെ ഉണ്ട്, ഇത് പ്രതികരണം വരെ വികാരമായിട്ട് പൈസയ്ക്ക് ഒന്നുമില്ല. ഈ പൈസ ഞാൻ അടയ്ക്കും, ജീവിച്ചിരിപ്പ് ഞാൻ അടയ്ക്കും. പക്ഷെ അല്ലാത്തവർക്ക് വിളിച്ചിട്ട് ഇതുപോലെ ജീവിച്ചിരിക്കുന്നവരെ വിളിച്ചിട്ട് ചോദിക്കാൻ പാടാത്ത ചോദ്യമാണ്. ഈ ലൊക്കേഷനുള്ള നമ്മൾ വിളിച്ച് ചോദിക്കാൻ പാടില്ല. പക്ഷെ എന്ന് വെച്ചോ ഇത് ഈ പറഞ്ഞ ഞങ്ങൾ ഈ പ്രദേശത്ത് എങ്ങനെ പൈസ ഞങ്ങൾ ഫണ്ട് ശേഖരിച്ചോ അല്ലെ അതിനൊന്ന് കൊടുക്കും ഞങ്ങൾ ഉറപ്പായിട്ടും. പക്ഷെ ഒരിക്കലും ഒരു ഫൈനാൻസും ഞങ്ങളെ വിളിച്ച് ചോദിക്കാൻ പാടില്ല നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ പൈസ അടയ്ക്കുന്നു പറയുന്നത് വളരെ മാഡം ഞങ്ങൾക്ക് കേൾക്കുമ്പോണ്ടല്ലോ. അത് ഞാനിപ്പോ എനിക്ക് പറഞ്ഞേ ഞാൻ അടയ്ക്കുന്നത് ഞാൻ ചെയ്യും. നമ്മളെ പറ്റില്ല കൂടപ്പുറപ്പൊക്കെ പോയി കിടക്കുക, എനിക്ക് അവരോട് പൈസ ചോദിക്കാൻ പാടില്ല. പക്ഷെ പൈസ അല്ല, ഇതൊക്കെ ഈ ക്യാമ്പിലുള്ളവർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ആ സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ പറയുമ്പോഴും ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ വേണം. ഞാൻ എന്ത് മറുപടി പറയണ്ട ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം നമ്മളിപ്പോ ഇവിടെ മാക്സിമം ഉണ്ടല്ലോ ഭക്ഷണം കിട്ടുന്നില്ല നമ്മുടെ നാട്ടില്, അങ്ങനത്തെ അവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോൾ ഭക്ഷണം നിലവിൽ വേണ്ട ഭക്ഷണവും കാര്യങ്ങളൊക്കെ വേണ്ടത് റിസ്ക് ചെയ്യുന്നത് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ, നമ്മളെ കൂടപ്പുറപ്പിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നവർക്ക് ഭക്ഷണം എന്ന സാധനം എത്തിയിട്ടില്ല. വരുന്നതെല്ലാം പകുതി കാണാൻ വരുന്നവർ വാങ്ങി ആ ഭക്ഷണം കഴിച്ച് പോവുകയെന്ന്. പക്ഷേ ഇവിടെ പുറത്തുനിന്നൊക്കെ വന്ന് മുകളിലേക്ക് ഈ പറഞ്ഞ ഒരു ചുരമലയും സ്കൂൾ റോഡും മുണ്ടക്കയും അവിടെയൊക്കെ മുകളിലൊക്കെ ആ കുന്നിന്റെ മുകളിലൊക്കെ തിരയുന്നുണ്ട്. അവർക്ക് ചെറിയ വിഷയമല്ല ജനീഷ്, ഗുരുതരമായ വിഷയം തന്നെ.